നമസ്കാരം. മലൂസ് ബില്ലൂസ് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് ബഹറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിലൊന്നായ ട്രീ ഓഫ് ലൈഫിലാണ്. ബഹറിനെ സംബന്ധിച്ച് വളരെ ചരിത്രപ്രധാനമായിട്ടുള്ള സ്ഥലമാണ് ട്രീ ഓഫ് ലൈഫ്. ബഹറിൽ വിസിറ്റ് ചെയ്യാൻ വന്നിട്ട് ഇവിടം സന്ദർശിക്കാണ്ട് നാട്ടിലോട്ട് തിരികെ പോകുന്ന ആൾക്കാർ ആരും ഉണ്ടാവില്ല. ബഹ്റൈൻ്റെ ക്യാപിറ്റലായ മനാമയിൽ നിന്നും ഏകദേശം ഒരു അരമണിക്കൂർ എടുക്കും നമ്മൾ ട്രീ ഓഫ് ലൈഫിൽ എത്തണമെന്നുണ്ടെങ്കിൽ. നമ്മൾ മെയിൻ റോഡിൽ നിന്നും കട്ട് ചെയ്ത് ഇപ്പോൾ കാണുന്ന ഈ തരിശു ഭൂമി പോലത്തെ ഈ ടാറിടാത്ത വഴി കൂടെ മാത്രമേ ഉള്ളൂ നമുക്ക് ട്രീ ഓഫ് ലൈഫിൽ എത്തിച്ചേരാൻ പറ്റുന്നത്. നമ്മളിപ്പോൾ ദൂരത്തെ കാണുന്നതാണ് ട്രീ ഓഫ് ലൈഫ്. ഞാൻ ട്രീ ഓഫ് ലൈഫ് എന്ന് കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്താണ് ട്രീ ഓഫ് ലൈഫ് എന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. ബഹ്റൈൻ്റെ മരുഭൂമിയിൽ ഇപ്പോഴും നിലവിൽ നമുക്ക് കാണാൻ പറ്റുന്ന 400 വർഷം പഴക്കമുള്ള ഒരു മുത്തശ്ശി മരത്തിനെയാണ് നമ്മൾ ട്രീ ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഓർത്ത് വെറുതെ നെഗറ്റീവ് വൈബ് അടിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ഉറപ്പായിട്ട് ഇവിടെ വരണം. ഇവിടെ വരുമ്പോൾ പോസിറ്റീവ് വൈബ് തന്നെയാണ് കിട്ടുക. വേറെ പറയുമ്പം ഒന്ന് ആലോചിച്ച് നോക്കുക, വേറെ ചുറ്റും വേറെ ഒരു മരങ്ങളൊന്നുമില്ല. 400 വർഷമായിട്ട് ഒരു മരുഭൂമിയിൽ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് ഇപ്പോഴും ജീവിക്കുന്നതാണ് ഈ മുത്തശ്ശി മരം എന്നുള്ളത്. ആയതിനാൽ നമുക്ക് വരെ എന്ത് കഷ്ടപ്പാടുകളും അതിജീവിക്കാനുള്ള കരുത്ത് എസ്പെഷ്യലി ഉള്ള മനുഷ്യന്മാരായതുകൊണ്ട് നമുക്കുണ്ട്. സോ ഓൾവേസ് ബി പോസിറ്റീവ്. നിലവിൽ ഈ മരത്തിന് 38 അടി ഉയരമുണ്ട്. ഇവിടെ വരുന്നവർക്ക് എൻട്രി ഫീ ഒന്നുമില്ല. ഏത് സമയത്ത് വേണമെങ്കിൽ നമുക്ക് വരാം. പകലാണെങ്കിൽ പകൽ, രാത്രി ആണെങ്കിൽ രാത്രി, എപ്പോൾ വേണമെങ്കിലും നമുക്ക് വരാം. സെക്യൂരിറ്റികൾ എപ്പോഴും സംരക്ഷകരായിട്ട് ഈ മരത്തിന് ചുറ്റുമുണ്ട്. ഞാനിപ്പോൾ ഒരു നട്ടുച്ച വെയിലത്താണ്. വേറെ നല്ല ഈ സമയത്ത് അധികം ആൾക്കാരുണ്ടാവില്ല. തണലൊക്കെ കാണുന്ന സമയത്താണ് ആൾക്കാർ കൂടുതൽ വരുന്നത്. അപ്പോൾ വീഡിയോ വെച്ചിട്ട് നല്ല രീതിയിൽ എടുക്കാനായിട്ടാണ് ഞാൻ ഈ സമയം ചൂസ് ചെയ്തത്. പ്രതിവർഷം അപ്രോക്സിമേറ്റ്ലി 70,000 ആൾക്കാരൊക്കെ ഇവിടെ വിസിറ്റ് ചെയ്യാൻ വരുന്നതായിട്ടാണ് കണക്കുകൾ രേഖപ്പെടുത്തുന്നത്. ഇവിടെ മറ്റൊരു പ്രത്യേകതയുണ്ട്. അധികമാരും കാണാത്ത അറിയാത്തതായിട്ടുള്ളൊരു സംഗതിയാണ്. ചില ആൾക്കാർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുക്കാറൊക്കെ ഉണ്ട്. അത് പല ആൾക്കാരുടെ പ്രത്യേക തരത്തിലുള്ള വിശ്വാസത്തിൻ്റെ ബേസിലാണ് അവർ ചെയ്യുന്നത്. ഈ മുത്തശ്ശി മരം അക്കേഷ്യ വിഭാഗത്തിൽപ്പെട്ട ഒരു മരം കൂടെയാണ്. 2009 ന്യൂസ് 7 വണ്ടേഴ്സ് ഓഫ് നേച്ചർ നോമിനേഷൻ ഉണ്ടായിരുന്നെങ്കിലും അൺഫോർച്ചുനേറ്റ്ലി ആ ലിസ്റ്റിനകത്ത് ഇടം പിടിക്കാനായിട്ട് നമ്മുടെ ഈ മുത്തശ്ശി മരത്തിന് അന്ന് സാധിച്ചില്ല. 2010 ഇവിടെ നടത്തിയിരുന്ന ആർക്കിയോളജിക്കൽ സർവേയിൽ 500 വർഷം പഴക്കമുള്ള മൺപാത്രങ്ങളൊക്കെ ഈ ഭാഗത്തു നിന്നും കണ്ടെത്തുകയുണ്ടായി. നമ്മൾ മുത്തശ്ശി മരം എന്നൊക്കെ പറയുകയാണെങ്കിലും ഇതിൻ്റെ തടി ശിഖരങ്ങൾക്കൊക്കെ നല്ല ഉറപ്പാണുള്ളത്. ഇത് തീർത്തും വിജനമായിട്ടുള്ള സ്ഥലമാണ്. വേറെ ബിൽഡിങ്സുകളോ വേറെ മരങ്ങളോ ഒന്നുമില്ല ഇവിടെ. അപ്പോൾ അതിനാൽ തന്നെ തുറസായ സ്ഥലത്തായതുകൊണ്ട് നല്ല കിടിലൻ കാറ്റാണ് എപ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. 1991 പുറത്തിറങ്ങിയ ഹോളിവുഡ് ഫിലിമിൽ ഐ തിങ്ക് LA സ്റ്റോറി ഇതാണ് ഫിലിമിൻ്റെ പേര്. ആ ഫിലിമിനകത്ത് നമ്മുടെ ഈ ട്രീ ഓഫ് ലൈഫിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ആ സിനിമയിലെ നായകനും ഹോളിവുഡ് ഫിലിമിലെ ഫേമസ് ആയിട്ടുള്ള ആക്ടർ കൂടിയായ സ്റ്റീവ് മാർട്ടിൻ അന്ന് ഈ സ്ഥലത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചിരുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് മിസ്റ്റിക്കൽ പ്ലേസസ് ഓൺ എർത്ത് എന്നാണ്. ഇവിടെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മളിപ്പോൾ കാണുന്ന പോലെ ഒത്തിരി ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അതിൽ ഇംഗ്ലീഷുകാരാണ് ഏറ്റവും അധികം. ഈ വൃക്ഷത്തിൻ്റെ വേരുകളെ താഴ്ച എന്നുള്ളത് ഏകദേശം 50 മീറ്റർ ആഴത്തിലൊക്കെയാണെന്നുള്ളതാണ് കണക്കുകൾ രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഈ മരത്തിൻ്റെ ജലസ്രോതസ് ലഭ്യമാകുന്നത്. ഒരു ഈവനിങ് സമയത്തൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മളിപ്പോൾ കാണുന്ന പോലെയല്ല, ഭയങ്കര തിരക്കായിരിക്കും. പ്രത്യേകിച്ച് റീൽസ് എടുക്കുന്ന കൗമാരക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്പോട്ടിലൊന്നാണിത്. റീൽസ് മാത്രമല്ല, പോസ്റ്റ് വെഡിങ്, പ്രീ വെഡിങ് ഷൂട്ടിങ്ങിനും ആൽബംസിനൊക്കെ ആയിട്ട് ഒത്തിരി ആൾക്കാരോട് വരുന്നതാണ്. ഇതൊരു കുഞ്ഞു കുട്ടി നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. സൗത്ത് ഇന്ത്യൻ ഭാഗത്തുള്ള കുട്ടികളെന്ന് തന്നെയാണ് വിശ്വാസം. എന്തായാലും ക്യൂട്ട് ആവ തന്നെയാണ്. വീഡിയോ എടുക്കുന്നിട്ട് വന്നതാണ്, കണ്ടിട്ട് പെട്ടെന്ന് പേടിച്ച് തിരിച്ചു പോവാണ് ആ കുട്ടി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഈ മരത്തിൻ്റെ തടിയിൽ നിന്ന് ഉണ്ടാകുന്നൊരു കറയുണ്ട്, ഒരു മഞ്ഞ നിറത്തിൽ ഉണ്ടാകുന്നൊരു കറ. അതുകൊണ്ട് ക്യാൻഡിൽസ്, സുഗന്ധവ്യഞ്ജനങ്ങൾ, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. അതുപോലെ ഈ മുത്തശ്ശി മരത്തെ ചുറ്റിപ്പറ്റി നിറയെ മിത്തുകളും നിലവിലുണ്ട്. അതിലൊന്ന് ഈ വൃക്ഷത്തിന് താഴെയുള്ളത് പണ്ട് ഏദൻ തോട്ടമായിരുന്നു എന്നുള്ളതാണ്.
പക്ഷേ ശാസ്ത്രീയമായി അതിന് യാതൊരു തെളിവുമില്ല. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്ന ഈ സ്ഥലം എന്നുള്ളത് ലോകത്തിലെ മഹാപ്രതിഭകൾ, പല സെലിബ്രിറ്റീസൊക്കെ വന്ന് കാലുകുത്തി വീക്ഷിച്ചിട്ട് പോയ സ്ഥലമാണ്. എനിക്കും ഇവിടെ വന്ന് ട്രീ ഓഫ് ലൈഫ് കാണാൻ കിട്ടിയതിൽ അവസരം ഓർത്ത് ഞാനും സന്തോഷിക്കുന്നു. ബഹ്റൈനിൽ വന്നിട്ട് ഇതുവരെയും ഇവിടെ സന്ദർശിക്കാത്തവർ തീർച്ചയായിട്ടും വരണം. ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൻ്റെ അടുത്ത് യാതൊരുവിധ കടയോ സൂപ്പർ മാർക്കറ്റോ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ വരുമ്പോഴത്തേക്കും സ്നാക്സോ പിന്നെ വെള്ളമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യിൽ കരുതുന്നതാണ് നല്ലത്. പിന്നെ റയർലി നമുക്ക് ഐസ്ക്രീം ചെറിയ വാനിലൊക്കെ വന്ന് നിൽക്കുന്നത് കാണാം. അതെപ്പോഴും ഉണ്ടാവണമെന്നില്ല. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള പിന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ കരുതി വെക്കുന്നതാണ് എപ്പോഴും നമ്മുടെ സേഫ്റ്റിക്ക് നല്ലത്. പകൽ സമയമാണെങ്കിൽ ഭയങ്കര വെയിലായിരിക്കും. അതുകൊണ്ട് തൊപ്പി, കുട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കരുതുക. ബഹ്റൈനിലൂടെയുള്ള ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.